2006 ഓൾട്ടോ LX ആണ്. തേർഡ് ഓണർ വണ്ടി, 1,00,000 കിലോമീറ്റർ. ഇത് 2007 മോഡൽ വാഗനാർ. സെക്കൻഡ് ഓണർ വണ്ടി, 56,000 കിലോമീറ്റർ. i20 2020 മോഡൽ, സെക്കൻഡ് ഓണർ വണ്ടിയാണ്, 55,000 കിലോമീറ്റർ. ഇനി 2007 മോഡൽ, സെക്കൻഡ് ഓണർ വണ്ടി, 80,000 കിലോമീറ്റർ. 85,000 കാർബറേറ്ററാണ്. കിലോമീറ്റർ ഇതിൻ്റെ ജെനുവിൻ ആയിരിക്കുമോ? അതെ. ആണോ? അതെ. എക്സ്ട്രോസ് സീറ്റ വേരിയൻ്റ് ആണ്, 2021 മോഡൽ. 21. ഹായ് ഫ്രണ്ട്സ്, അനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം ജില്ലയിൽ മാടന്നട എന്ന് പറഞ്ഞ ഭാഗത്തുള്ള ട്രൂ വാലിയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. 2026 പുതിയ സ്റ്റോക്കുകളെന്ന് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന് കുറേ ഏകദേശം വണ്ടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ കുറച്ച് വില കുറഞ്ഞ വണ്ടികൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അത്യാവശ്യം മാന്യമായൊരു വിലയിലൊക്കെ പോകാവുന്ന ടൈപ്പ് വണ്ടികൾ കിടപ്പുണ്ട്. സ്റ്റോക്ക് ഞാൻ കിടക്കുന്ന കണ്ടേ ഉള്ളൂ, എടുത്തിട്ടില്ല. അപ്പോൾ വണ്ടികളുടെയൊക്കെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. പിന്നെ എനിക്ക് പറയാനുള്ളൊരു ഒരു സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ കിഡ്നി കംപ്ലൈൻ്റായിട്ട് ഓപ്പറേഷനായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 15 ലക്ഷം രൂപ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മളിവിടുത്തെ ഗ്രൂപ്പ് ആ രീതിയിലൊക്കെ ധനസഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും എവിടെ എത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയോട് പറയുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒന്നീ നിങ്ങൾ ചെയ്യുക, അല്ല നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഇത്തരം നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കെങ്കിലും ഈ വീഡിയോയുടെ ലിങ്കോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇത്ര ഭാഗങ്ങളോ എങ്കിലും അയച്ചു കൊടുത്താൽ അത് അവർക്കൊരു വലിയ സഹായമായിരിക്കും. ഒരു ഡാൻസ് ടീച്ചറാണ്, അതേപോലെ ഓട്ടോറിക്ഷ ഓടുന്നതാണ് പുള്ളിക്കാരൻ. ഇപ്പോൾ ചെറിയൊരു തട്ടുകട അങ്ങനെയൊക്കെ ഇട്ട് ഒതുങ്ങിയേക്കുവാണ് പുള്ളി. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുള്ള ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ആ സുഹൃത്തിനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഒരാളെങ്കിൽ ഒരാൾ, ഈ കാണുന്ന എത്ര പേരായിരിക്കും എന്ന് എനിക്കറിയില്ല. അപ്പം ഒരാളെങ്കിലും എന്തെങ്കിലും ചെയ്താൽ വലിയ സന്തോഷം. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല എന്നാൽ നിങ്ങൾക്ക് അതിനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഏതെങ്കിലും ഇത്തരത്തിലുള്ള നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയാണ്. കിഡ്നി മാറ്റി വെക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഹസ്ബൻഡ് തന്നെ കിഡ്നി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ വണ്ടിയുടെ വിശേഷങ്ങൾ നോക്കാം. 2013 മോഡൽ, സെക്കൻഡ് ഓണർ വണ്ടി, 73,000 കിലോമീറ്റർ. 73 കിലോമീറ്റർ ജെനുവിനാണോ? 10 മാസം വരെ പേപ്പർ കിടപ്പുണ്ട്. കിലോമീറ്റർ ജെനുവിനാണോ? റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. ഒരു ചെറിയ ടച്ച് സ്ക്രീൻ വെച്ചിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വണ്ടിക്ക് വൃത്തിയുള്ളൊരു വണ്ടി തന്നെയാണ്. പിന്നെ ഇവിടെയൊക്കെ ഉള്ളൊരു ഫിനിഷിങ് കുറവുണ്ട്, അത് ഉപയോഗിച്ചതിൻ്റെ ഒരു ഇതിൽ വരുന്നതാണ്. 2 ഡോർ പവർ വിൻഡോസ്, ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ കൊള്ളാം. അത്യാവശ്യം വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? 160 ആസ്കിങ് പ്രൈസ്. ഫൈനൽ റേറ്റ് നേരിട്ട് വന്നിട്ട് മാനേജറായിട്ട് സംസാരിക്കുകയാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. ടയേഴ്സ് ആവറേജ് താഴെയാണ് നിൽക്കുന്നത്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ. എത്ര ചോദിക്കുന്നത്? 160. 160 ആസ്കിങ്. വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. 2014 മോഡൽ, സിംഗിൾ ഓണർ വണ്ടി, 67,000. i10 ആണല്ലേ? ഗ്രാൻഡ് ഐറ്റം. ഏത് സ്പോർട്സാ? നല്ല ടയറുണ്ട്. എന്തോ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 67,000 കിലോമീറ്റർ ഓടി. ജെനുവിൻ കിലോമീറ്റർ ആണോ? അതെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഇല്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും വരുന്ന മോഡലല്ല, മാനുവലാണ്. അത്യാവശ്യം സീറ്റ് കവറൊക്കെ ചെയ്ത് വണ്ടി വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. സീറ്റ് കവറിൽ ഇത് എന്താണ്? അത് അഴുക്കാണ്, അല്ലാതെ വേറെ പ്രോബ്ലമൊന്നുമില്ല. ബാക്ക് AC വെൻ്റ് വരുന്ന മോഡലാണ്. ഫ്ലോറൊക്കെ നോക്കിയാലൊക്കെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയേഴ്സ് കൊള്ളാം, നല്ല ടയേഴ്സാണ്. എത്ര ചോദിക്കുന്നത്? 280 ആസ്കിങ്. വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവുമോ? ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. നേരിട്ട് വരുവാണെങ്കിൽ വന്ന് വണ്ടിയുടെ വില ചോദിക്കുകയാണെങ്കിൽ മാനേജറായിട്ട് സംസാരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും. 2017 മോഡൽ, സിംഗിൾ ഓണർ വണ്ടി, LXi ആണ്. ഓണർഷിപ്പ് സിംഗിൾ? ഓണർ സിംഗിളാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തോ ഓടിയിട്ടുണ്ട്? 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 64. വണ്ടിക്കകം കൊള്ളാം. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല, പക്ഷേ വണ്ടി അത്യാവശ്യം മെനയായിട്ടൊക്കെ തന്നെ ഇരിപ്പുണ്ട്. കാണാൻ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? 270 ആസ്കിങ്. അതാ ഇവിടുത്തെ ക്ലിപ്പ് പോയിട്ടുണ്ട്, ഡോർ പാഡിൻ്റെ, പിന്നെ ഡോറിൻ്റെ പോയിട്ടുണ്ട്. ക്ലിയർ ചെയ്ത് തരും. അതെല്ലാം മാറി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടയേഴ്സ് ഓക്കെ, കുഴപ്പമില്ല.
ഇതൊക്കെ ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റത്തില്ലേ? ആ പറ്റും പറ്റും. അതോ 50 വേണോ? ഈ വണ്ടിയുടെ 90% വരെ ലോൺ കയറും. ഓക്കെ, വണ്ടി ഇപ്പം കിടക്കുന്ന ലുക്ക് നോക്കണ്ട. ഓക്കെ 2022 മോഡൽ VXI പ്ലസ് ആണ് കിടക്കുന്നത്. കേട്ടല്ലേ? ടയേഴ്സ് കൊള്ളാം. എത്ര ഓടിയിട്ടുണ്ട്? 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ വണ്ടി. പക്ഷെ ഫസ്റ്റ് ടയർ തന്നെയാണ് കിടക്കുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒരു ചെറിയ ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകം കൊള്ളാം, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. റിവേഴ്സ് ക്യാമറ, സെൻസർ, ടച്ച് സ്ക്രീൻ എല്ലാം വരുന്ന മോഡൽ. എല്ലാം വരുന്ന മോഡലാണ്. ഈ കുടയും ഇവർ തന്നു വിടുകൂടെ നിങ്ങൾ? ഇതിനകത്ത് 2 കുട കിടപ്പുണ്ട്. അത് നമ്മുടെ ടയേഴ്സൊക്കെ കൊള്ളാം. ടയേഴ്സ് പക്ഷേ ഫസ്റ്റ് ടയർ അടക്കണം അല്ലേ? ഓക്കെ, എത്ര ചോദിക്കുന്നത്? 390 ആസ്കിങ്. 390. VXI ആണ് ഫുൾ ഓപ്ഷൻ. സിംഗിൾ ഓണർ വണ്ടി, 2022 മോഡൽ വാഗണർ. വണ്ടിയും കൂടി മെൻഷൻ ചെയ്യടാ. വണ്ടിയുടെ പേരും കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കെ. എന്താ കുട്ടാ കാണുന്ന എല്ലാവരും പെട്ടെന്ന് പിടിക്കണമെന്നില്ലല്ലോ ഇത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്ന മോഡലല്ല, മാനുവലാണ്. ബിഗ് വാഗണർ. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല. വണ്ടി കമ്പനിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഉള്ള അതേ മോഡലിൽ തന്നെ ഇരിക്കുകയാണ്. ഡോർ പാഡൊക്കെ കൊള്ളാം. അതൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, കുഴപ്പമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. ടയർ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് എന്നൊക്കെ പറയാം, ആ രീതിക്കേ ഉള്ളൂ. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? വരുമ്പോൾ 495 ആസ്കിങ്. 495. 43,000 കിലോമീറ്റർ ഓടിക്കും. കിലോമീറ്റർ ജെന്യൂനാണോ? i20 2020 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 55,000 കിലോമീറ്റർ. 55. പെട്രോളോ ഡീസൽ? പെട്രോൾ. ടയേഴ്സ് കൊള്ളാം, അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. മാനുവലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല. വണ്ടിക്കകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ കൊള്ളാം. ഇത് ഏത് വർഷമായിരുന്നു? 2020 മോഡൽ. 20. പിന്നെ ഡോർ പാഡിൻ്റെ ആരും മോഡലുണ്ട്. ബാക്ക് AC വരുന്ന മോഡല്. ടയേഴ്സ് കൊള്ളാമെന്ന് പറഞ്ഞു. എത്ര ചോദിക്കുന്നത്? ചോദ്യം എത്ര? ചോദ്യം 550 ചോദ്യം. ഡീസലല്ലേ പറഞ്ഞേ? പെട്രോൾ. അപ്പം മൈലേജ് ഒരു 14-15. എക്സ്പ്രോസ് സീറ്റ വേരിയൻ്റ് ആണ്. 2021 മോഡൽ. 21. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. ടയേഴ്സ് ആവറേജ് എന്ന് പറയാം, അത്രയേ ഉള്ളൂ, അതിനപ്പുറം ഇല്ല. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡൽ. ഇത് ടോപ്പ് വേരിയൻ്റ് ആണോ? ടോപ്പ് വേരിയൻ്റ് വല്ലതാണോ? ടോപ്പ് വരുമ്പോൾ ആൽഫയാണ്. ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള സീറ്റ. ഓക്കെ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അതിനകത്ത് ടച്ച് സ്ക്രീനും എല്ലാം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ ജെന്യൂനാണോ? നല്ലൊരു അലോയ് വീൽസ് ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഇല്ല. ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 750 ആസ്കിങ്. 2007 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി. 85,000 കിലോമീറ്റർ. 85,000. കാർബറേറ്ററാണ്. കിലോമീറ്റർ ഇതിൻ്റെ ജെന്യൂൻ ആയിരിക്കുമോ? ആണോ? അതെ. ഓക്കെ, ജെന്യൂൻ ആണെന്നാണ് പറയുന്നത്. ആക്സറൊക്കെ നോക്കിയാലൊക്കെ കൊള്ളാം. ഫ്ലോർ മാറ്റൊക്കെ അടിച്ച് വൃത്തിയായിട്ടിട്ടിട്ടുണ്ട്. സീറ്റുകൾ വലിയ കുഴപ്പമില്ല. ഈ സീറ്റിൽ ചെറിയ പാച്ച് വർക്ക് പരിപാടികളുണ്ട്, പക്ഷേ ഇപ്പുറത്തെ സീറ്റിൽ അങ്ങനെയൊന്നുമില്ല. ഇത് പക്ഷേ ഇതിൻ്റെ സീറ്റല്ലേ? അത് എക്സ്ട്രാ വെച്ചേക്കാം. ഓക്കെ, ടയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും? എത്ര ചോദിക്കുന്നത്? 95. ഏത് വർഷമായിരുന്നു? 2007. ഡാറ്റ്സൺ റെഡിഗോ തേർഡ് ഓണർ വണ്ടിയാണ്. 2018 മോഡൽ. ഓട്ടോമാറ്റിക്കാണ്. കിലോമീറ്റർ എന്താ ഓടി? കിലോമീറ്റർ 37,000 കിലോമീറ്റർ. 37. ടയേഴ്സ് കൊള്ളാം, കുഴപ്പമില്ല. 2018 മോഡൽ. 18. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വണ്ടിക്കകം വൃത്തികേടൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്, അത് കുഴപ്പമില്ല. സീറ്റ് കവറൊക്കെ ഇട്ട് വണ്ടി വൃത്തിയായിട്ട് പോകണം. 2 ഡോർ പവർ വിൻഡോസാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, എത്ര ചോദ്യം? 250 ആസ്കിങ്. 250. എന്തെങ്കിലുമൊക്കെ കുറയൂടെ? വ്യത്യാസം ഉണ്ടാവും നേരിട്ട് വരുവാണെങ്കിൽ. നിങ്ങൾ ഈ സത്യത്തിൽ ഈ വ്യത്യാസം ഉണ്ടാവും എന്ന് പറയുന്നതിനേക്കാളും ജനം പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് പ്രൈസ് പറയൂ, അത് ഞങ്ങൾ ബോധിച്ചാൽ വിളിക്കാം എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
എപ്പോൾ വന്നാലും ഇങ്ങനെ പറയത്തോളൂ. ഇത് 2007 മോഡൽ വാഗനാർ, സെക്കൻഡ് ഓണർ വണ്ടി, 56,000 കിലോമീറ്റർ. 56 കിലോമീറ്റർ ജെന്യൂനാണോ? അതെ. ടയേഴ്സ് കുഴപ്പമില്ലാത്ത ടയറുണ്ട്. കിലോമീറ്ററിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ വണ്ടിക്കകം സീറ്റ് കവറൊക്കെ ശകലം മോശമാണ്. ഇങ്ങനെ കുറച്ച് ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട്. വണ്ടിക്കകം ഇപ്പം കുറച്ച് അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിലും തരുമ്പോൾ സർവീസൊക്കെ ചെയ്ത് തരുമ്പോൾ വണ്ടി വൃത്തിയാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പവർ വിൻഡോസ് ഒന്നുമില്ല. ബാക്ക് സൈഡിൻ്റെ കണ്ടീഷൻ ഇതാണ്. വേറെ തുരുമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ നോക്കിയാലും പെയിൻറ്റോ അങ്ങനെയുള്ളതൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അതൊക്കെ നീറ്റാണ്. ടയേഴ്സ് കൊള്ളാം. ഡോറ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഉള്ള ഇതൊക്കെ തന്നെ ആണെങ്കിലും ഒരു സൗണ്ടും അതിൻ്റെ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വെയിറ്റൊക്കെ ആണെങ്കിലും കൊള്ളാം. വലിയ അപാകതകൾ തോന്നുന്നില്ല. ആക്സിഡൻറ്റ് കേസൊന്നും ഇല്ലല്ലോ? എത്ര ചോദിക്കുന്നത്? വരുമ്പോൾ 1 രൂപയാണ്. 1 രൂപ. ലാസ്റ്റ് പ്രൈസ് ഒന്നും അല്ലല്ലോ? വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉണ്ടാവും. 2021 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, സെലേറിയ ഓട്ടോമാറ്റിക്. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 47,000 കിലോമീറ്റർ. 47. ടയേഴ്സ് ആവറേജ്. വണ്ടിക്കകം കൊള്ളാം. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. ഇസഡക്സാണ്. അപ്പോൾ പിന്നെ ടോപ്പായല്ലോ. വണ്ടി കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ടയർ കൊള്ളാം. അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എത്ര ചോദിക്കുന്നത്? ഇത് 490 490. എത്ര രൂപ ഇറക്കാൻ പറ്റിയ വണ്ടി? വണ്ടി ലാസ്റ്റ് റേറ്റ് ഇവിടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്ത് തരും. ലാസ്റ്റ് എത്രയാ? എത്ര രൂപ ഉണ്ട് ഇറക്കാം? ഇറക്കാൻ കുറഞ്ഞത് 30,000-60,000 രൂപ വരെ ഉണ്ടെങ്കിൽ ഇറക്കാം. 2006 ഓൾട്ടോ LX ആണ്. തേർഡ് ഓണർ വണ്ടി, 1,00,000 കിലോമീറ്റർ. ഒന്ന് തികച്ച് ഓടിയിട്ടുണ്ട്. ഓക്കെ. ടയേഴ്സ് ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഫുള്ളൊരു ഗോൾഡ്. കൊള്ളാം. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ വൃത്തിയുണ്ട്. വൃത്തിക്കൊന്നും കുഴപ്പമില്ല. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ സീറ്റൊക്കെ കൊള്ളാം. വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാലും തുരുമ്പോ പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല. അതൊക്കെ നീറ്റായിട്ട് കിടപ്പുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ നോക്കിയാലൊക്കെ അതൊക്കെ നീറ്റാണ്. ഡോർ പാഡ് നോക്കുവാണെങ്കിൽ കൊള്ളാം. അത് വൃത്തിയായിട്ടിരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 60 രൂപ. വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവുമോ? ഓക്കെ. ബാക്ക് ടയറും അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. വണ്ടിക്ക് ഓവറോൾ കാണാനും കൊള്ളാം. വേറെ അപാകതയായിട്ട് കാണുന്നില്ല. അതേപോലെ കളർ ഫെയ്ഡായിട്ടൊന്നും കാണുന്നില്ല. ആ രീതിയിൽ വണ്ടി കൊള്ളാം. 60 രൂപ അല്ലേ? ടെസ്റ്റ് എന്നായിട്ട് വരും? ടെസ്റ്റ് 2026 11 മാസം. അതായത് ഈ വർഷം ലാസ്റ്റ്. 2004 മോഡൽ കാർബറേറ്ററാണ് സെന്ന്. പ്രത്യേകം ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ്. ടയർ മൊട്ടയാണ് കേട്ടോ. ടയർ മാറി തരുമോ? ഇല്ല. ഈ കിടക്കുന്ന കണ്ടീഷനാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ജസ്റ്റ് ജനറൽ ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്ത് വണ്ടി ഇൻറ്റീരിയർ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് വണ്ടി നീറ്റാക്കി തരും. ഓക്കെ. സീറ്റ് കവറൊക്കെ ആയിട്ട് വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഡോർ പാഡൊക്കെ നോക്കിയാലും നീറ്റാണ്. അത് കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കിയാലും ആ ഭാഗങ്ങളൊക്കെ കൊള്ളാം. ടയർ ഞാൻ പറഞ്ഞില്ല, ഈ ടയർ മൊട്ടയാണ്. ബാക്കി സൈഡ് ഇവിടെ ചെറിയ പരിപാടി ചെയ്യാണ്ട്. ടയേഴ്സ് ഷോക്കാണ്. ഫ്രണ്ടും ബാക്കും എല്ലാം ടയേഴ്സ് ഷോക്കാണ്. പിന്നെ പറയുകയാണെങ്കിൽ സ്പീക്കറിൻ്റെ ഈ സൈഡ് ചെറിയൊരു ദ്വാരമുണ്ട്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വേറെ കംപ്ലയിൻസുകളൊന്നും കാണുന്നില്ല. ഓക്കെ. 60 രൂപയോ? ലാസ്റ്റ് അല്ല, ഇത് എന്തെങ്കിലുമൊക്കെ കുറയില്ലേ? ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഇവിടെയൊക്കെ പാച്ച് വർക്കുകളുണ്ട്. കുറച്ച് പെയിൻറ്റിൻ്റെ വർക്കുകൾ കിടപ്പുണ്ട്. പക്ഷേ വണ്ടി കിടക്കുന്ന ഒരു കണ്ടീഷനിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം കുറഞ്ഞ വിലയ്ക്കുള്ളൊരു വണ്ടി ആയതുകൊണ്ടാവാം. 2008 LX വാഗനാർ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ. ടയേഴ്സ് ആവറേജ്. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. അത് കുഴപ്പമില്ല. ഇത് ഉപയോഗിച്ച് അത് തേഞ്ഞു പോയി. സീറ്റ് കവറൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ബാക്കിൽ സീറ്റ് ചരിച്ചിട്ടേക്കോ? ഓക്കെ. എത്ര ചോദിക്കുന്നത്? എത്രയാണ്? 1.15. LXi 1.15. ഒരു 1.15 എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ താഴൂല്ലേ?
അത്യാവശ്യം വിലയിൽ വ്യത്യാസം വരുമായിരിക്കും. ഈ ടയർ അത്ര പോരാ, ഒന്ന് 2 ടയർ കൊള്ളാം, ബാക്കി 2 ടയർ പോരാ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ, കളർ ഫെയ്ഡോ അങ്ങനൊന്നും കാണുന്നില്ല. വണ്ടി ആ രീതിയിലൊക്കെ വൃത്തിയുണ്ട്, വലിയ പെയിൻറ്റിങ് വർക്കുകളും കാണുന്നില്ല. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള വണ്ടികളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും പ്രതീക്ഷിക്കുന്ന പോലുള്ള വണ്ടികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോവുക. പിന്നെ വരുമ്പോൾ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവരിക. കാരണം പറയുന്നത് ഇത്തവണ ഇത് എടുത്ത് പറയാൻ കാര്യം പറയുന്നത് ഇച്ചിരി പഴയ വണ്ടികളായിരുന്നു കാണിച്ചത്. അപ്പം നല്ലൊരു മെക്കാനിക്കിനും കൂടെയൊക്കെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോവുക. അത്യാവശ്യം വേറെ വണ്ടികൾ കിടപ്പുണ്ട്, വിലയുള്ള വണ്ടികളും കിടപ്പുണ്ട്. ഞാൻ ചെറിയ വണ്ടികൾ നോക്കി ചെയ്തേ ഉള്ളൂ. അപ്പോൾ വലിയ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ, അതായത് മോഡൽ കൂടിയ വണ്ടികളും കിട്ടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകരിച്ചാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോൾ ബൈ.